സാൻസ് ഹെൽത്തി വിസ്കിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഡ്രൈ ഗോബി മഞ്ചൂരിയൻ ആണ്. ഗ്രേവി ഇല്ലാതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഗോബി മഞ്ചൂരിയൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സമയത്ത് ചൈനീസ് കമ്മ്യൂണിറ്റി നമ്മുടെ കൊൽക്കട്ടയിൽ കൊണ്ടുവന്ന ഡിഷാണ്. അതാണ് പിന്നെ എല്ലാം ഓൾ ഓവർ ഇന്ത്യയിലായത്. അപ്പം നമുക്കത് കണ്ടു നോക്കാം. ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട സാധനങ്ങൾ കോളിഫ്ലവർ വേണം. ആ കോളിഫ്ലവറിനെ ഞാൻ ചൂടുവെള്ളവും സോഡാപ്പൊടിയും ഇട്ട് നല്ല കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറാണ്. പിന്നെ സവാള, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കോൺഫ്ലവർ വേണം, മൈദ, ഇച്ചിരി നമ്മുടെ കുരുമുളക് പൊടി, ഉപ്പ്, സോസ്, സോയ സോസും ചില്ലി സോസും ആണ് എടുത്തിരിക്കുന്നത്, മുളക് പൊടി, പിന്നെ തക്കാളി അതിനെ അരച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനൊരു 4 ടീസ്പൂൺ കോൺഫ്ലോറാണ് ആദ്യമേ എടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 2 ടീസ്പൂൺ മൈദയും എടുക്കുന്നുണ്ട്. മൈദയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം. ഞാനൊരു 2 ടീസ്പൂൺ മൈദ എടുത്തത് എന്നാലേ നല്ലോണം കോട്ടായി നമുക്ക് കിട്ടത്തുള്ളൂ കോളിഫ്ലവർ എല്ലാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു 1/4 ടീസ്പൂൺ. അപ്പം അതും കൂടെ എടുത്ത് ഇടണം. പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്, അതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് ഉപ്പും കൂടി ഇട്ട് 1 ടീസ്പൂൺ ഉപ്പേ ഇട്ടുള്ളൂ. 1/2 ടീസ്പൂൺ സോയാ സോസും യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒത്തിരി വെള്ളമായി പോകല്, ഗ്രേവി അല്ല, ഒരു ചെറിയൊരു തിക്കായിട്ടിരിക്കണം. എന്നാലേ ആ കോളിഫ്ലവറൊക്കെ ഇടുമ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് മുരിഞ്ഞെല്ലാം കിട്ടുകയുള്ളൂ. വെള്ളമായി പോയി കഴിഞ്ഞാൽ പിന്നെ ആ കട്ട് ചെയ്ത് കാണത്തില്ല, കോളിഫ്ലവറിന് നല്ല ഒരു തിക്നെസ് കാണത്തില്ല. ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേനും ഒരു ഭംഗിയൊക്കെ വേണമെങ്കിൽ ഇത്ര ഒരു കട്ടിയിൽ വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ. നമ്മുടെ മിക്സ് എല്ലാം നല്ലോണം കോട്ടായിട്ട് നല്ലോണം ഒന്ന് തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടത് നമുക്ക് പാൻ എടുക്കണം. പാൻ എടുത്ത് വെച്ച് നമുക്ക് ഫ്ലെയിം എപ്പോഴും ഹൈയിൽ, പാൻ ഒന്ന് ചൂടായി വരുന്നവരെ ഫ്ലെയിം ഒന്ന് ഹൈ വെക്കുക. എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1.5 കപ്പ് എണ്ണയാണ് എടുത്തത്, സൺഫ്ലവർ ഓയിൽ. പക്ഷെ 1 കപ്പ് എണ്ണ ഞാൻ ഒഴിക്കുന്നുള്ളൂ ഇപ്പം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാം ഇത് ആവശ്യത്തിന്. ഇത് മതിയായിരിക്കും. എന്നിട്ട് അതൊന്ന് എണ്ണയൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ആ തീ ഒന്ന് മീഡിയമിലോട്ട് വെച്ചിട്ട് ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. കരിഞ്ഞു പോകാൻ സൂക്ഷിക്കണം. കരിയാതെ 2 സൈഡ്സും മാറി തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം.
കോളിഫ്ലവർ എല്ലാം ഒന്ന് മൂത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ എണ്ണ കളഞ്ഞ് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കോളിഫ്ലവർ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതിനകത്ത് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ അല്ലാണ്ട് വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കളറുള്ള ഒരു സാധനവും യൂസ് ചെയ്തിട്ടുമില്ല. ഞാൻ ലാസ്റ്റ് സെറ്റ് ഓഫ് കോളിഫ്ലവറാണ് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തത്. ഇതെല്ലാം എടുത്തിട്ട് ബാക്കി എണ്ണ വരും, കണ്ടില്ലേ? ഒരു കപ്പ് എണ്ണ ഒഴിച്ചതിനകത്ത് ഇത്രയും എണ്ണ ബാക്കി വന്നു. ആ യൂസ് ചെയ്ത എണ്ണ തന്നെ നമുക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്കിനി ബാക്കി മസാലയാക്കി എടുക്കാം. അതിന് ഇടാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് എടുക്കുക. ഒന്ന് വഴട്ട് വന്ന് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് മൂത്ത് വരണം. അത് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് അതിനകത്തോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഞാൻ ചെറുതായിട്ട് 2 പച്ചമുളക് എടുത്തത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നതാണ്. പച്ചമുളക് കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാളയേ ഉള്ളൂ, അത് സ്ക്വയറായിട്ട് അരിഞ്ഞാണ് എടുത്തത്. അതൊന്ന് വന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ക്യാപ്സിക്കം 1.5 ക്യാപ്സിക്കം മതി. അതെടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട്
അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല, കാരണം സോസും ഒക്കെ ചേർക്കാനുള്ള, അപ്പോൾ സോസിനകത്തൊക്കെ ഓൾറെഡി ഉപ്പ് കാണും. അപ്പം അതിൻ്റെ എല്ലാം കണക്ക് നോക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അതിനകത്തും ഉപ്പുണ്ട്, ഇപ്പോൾ ഉപ്പ് ഇടണ്ട. എന്നിട്ട് ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം ഒരു 10 മിനിറ്റ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വേവട്ടെ. ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകല്, ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാനേ പാടുള്ളൂ. ഒരു 10 മിനിറ്റ് വരെ വെച്ച് 10 മിനിറ്റിന് ശേഷം നമുക്ക് അടുപ്പ് തുറന്ന് ഒന്നുകൂടെ എല്ലാം ഒന്ന് വഴട്ടി കണ്ടില്ല. ഒത്തിരി ഞാനങ്ങ് വഴട്ടിയെടുത്തില്ല. എന്നിട്ട് അതിനകത്തോട്ട് നമുക്കിനി സോസ് ഒഴിച്ചു കൊടുക്കാം. സോയ സോസാണ് ആദ്യമേ ഒഴിച്ചു കൊടുത്തത്. അതൊരു 3 ടീസ്പൂൺ സോയ സോസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചില്ലി സോസും അതും ഒരു 2 ടീസ്പൂൺ. അതിൻ്റെ ആവശ്യമുള്ളൂ. 2 ടീസ്പൂൺ ചില്ലി സോസിനകത്ത് ഉപ്പും ഈ മധുരവും കാണും ചെറിയ, അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാതെ വേറെ പഞ്ചസാര ഒന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അതും ഇച്ചിരി കുരുമുളക്, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം എല്ലാം ഒന്ന് വഴട്ടി നല്ലോണം ഒന്ന് മൂക്കണം. ആ ഒരു മസാല ഒത്തിരി കരിഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ ഒന്ന് മൂത്ത് വരികയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും, ഒരു കറുത്ത കളറായിട്ടൊക്കെ വരും. ഈ സ്റ്റേജ് നമ്മുടെ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ ടൊമാറ്റോ സോസ് അല്ല യൂസ് ചെയ്തെങ്കിൽ ഞാൻ 2 തക്കാളി അരച്ച് ചേർത്തിരിക്കുവാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഇളക്കി വഴട്ടി ആ ഒരു ടൊമാറ്റോയുടെ ഒരു പച്ച ടേസ്റ്റ് പോകുന്നവരെ, അത് ആ എണ്ണയൊക്കെ സൈഡിൽ നിന്ന് വലിഞ്ഞ് വരുന്ന വരത്തേക്ക് നല്ലോണം ഒന്ന് വഴട്ടി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് തീ വേണമെങ്കിൽ കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് ഇതായി കിട്ടും. ഉണ്ടല്ലേ. ഇപ്പോൾ ഈ സമയത്ത് ആ സോസ് നമ്മുടെ തക്കാളി അരച്ചത് അതെല്ലാം ഒന്ന് പറ്റി ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ആ ഗ്രേവി ഒന്ന് ലൂസായി വരാൻ വേണ്ടിയാണ്. ഗ്രേവി ഒന്ന് ലൂസായി വന്നു കഴിയുമ്പം ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്താൽ, കുറേശ്ശെ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ആവശ്യത്തിന് എത്ര നമുക്ക് കട്ടി വേണോ അതിൻ്റെ അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ഒന്ന് നോക്കാം. വെള്ളം കൂടെ ഒഴിച്ചല്ല, അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പ് നമുക്ക് നോക്കാം. ഉപ്പ് നോക്കിയപ്പം ഒരു സ്വല്പം കുറവുണ്ട്. അന്നേരം നമുക്ക് അതിനകത്തോട്ടൊരു ഒരു ടീസ്പൂൺ ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പ് ചിലപ്പോൾ അധികമായി പോകും. മറ്റേ കോളിഫ്ലവറും കൂടെ ഇട്ട് കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടു. ഇനി നമുക്കൊന്നുകൂടെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ ബാക്കി വന്ന കോൺഫ്ലോർ അതിന് കുറച്ച് കോൺഫ്ലോറേ കാണത്തുള്ളൂ. അത് നമുക്കൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം എനിക്കൊരു 3 ടീസ്പൂണോളം കോൺഫ്ലോർ ഉണ്ടായിരുന്നു, അത് ഞാൻ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒഴിച്ച് അത് നല്ലോണം ഒന്ന് ഇളക്കി വഴട്ടി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേന് ആ ഒരു ഗ്രേവി ഒന്ന് തിക്കാവും, ഒന്ന് കട്ടിയാവും. അപ്പോൾ ആ ഗ്രേവി കട്ടിയായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവറിനകത്ത് എണ്ണയൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, നല്ല ഫൈനായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് പിടിപ്പിച്ച് കോട്ട് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ ഗോബി മഞ്ചൂരിയനൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും എല്ലാം ഒന്ന് വരുന്നുണ്ട്. ഒരു ചൈനീസ് ഡിഷിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ നോട്ടിഫിക്കേഷൻ ബെല്ലും എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നതിൻ്റെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പിയായിട്ട് കാണാം. ബൈ ബൈ.